അവർ അള്ളാഹുവിനെ പേടിച്ച് നടന്നതുകൊണ്ടാണ്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇ. ഒരാൾ അള്ളാഹുവിനെ പേടിച്ച് നടന്നാൽ ഓനെല്ലാവരും പേടിക്കും. അപ്പോ അള്ളാഹുവിനെ പേടിച്ച് നടന്നാൽ എല്ലാവരും നമ്മളെ പേടിക്കും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള മജ്‌ലിസുകൾ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ആ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ വിഷയങ്ങൾ നടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ സെന്ററിന്റെ പേര് CM സെന്റർ എന്നത് തന്നെയാണ് നമ്മളെ പേര്. ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ ഇവിടെയും അവിടുത്തെ നാമത്താൽ ഇത് നടക്കുന്നത് കൊണ്ട് ആ ഒരു തബറുക്ക് നമുക്ക് ലഭിക്കും. ആ തബറുക്ക് അൽഹംദുലില്ലാഹ് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത്. ഒക്കെ സയ്യിദന്മാരാണ്, കുറേ സയ്യിദന്മാരുണ്ട് അവിടെ. അതുകൊണ്ട് നമ്മളെ ദുആക്കേസ പോലെ ദുആയും പ്രഭാഷണമൊക്കെ ഉണ്ടാവും. ഞാൻ വേഗം പോവാം. നമ്മളെ കുറ്റിപ്പ് എങ്ങോട്ടേ പോയി? ആകാശത്ത് പാർന്നോ? നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയത് കഴിഞ്ഞൂറ് പോയ വരയ്ക്ക നമ്മളെ പൂച്ചൊക്കെ ഉണ്ടേനും അവിടെ കുറേ. മൂപ്പർക്ക് മക്കളില്ലല്ലോ. അവരന്ന് പൂച്ച ഉണ്ടെങ്കിലോ? അതെ, പൂച്ച ഉണ്ടെങ്കിലാണ് അവിടെ. ഈ പൂച്ചയോട് എല്ലാവർക്കും ഇഷ്ടമാണ്. പൂച്ചയോടൊക്കെ കരുണ ചെയ്യണം നമ്മള്. എല്ലാ ജീവികളോടും കരുണ ചെയ്യണം. പൂച്ച ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ പേരക്കുട്ടി ഉസാമുദ്ദീൻ സാമ്പാർ ഷരീഫ് അവിടെ മഹാനെ പറ്റി പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ഓർത്ത് ഹൃദയം കരിഞ്ഞു എന്നാണ്. ഹൃദയം കരിഞ്ഞു എന്നാണ് ഖാജാ തങ്ങളുടെ പേരക്കുട്ടി. ഇപ്പോഴും ഇടക്ക് അവിടെ ആ കരച്ചിൽ കാണുമ്പോ ഹൃദയം കരിഞ്ഞു എന്നാണല്ലോ. അതുകൊണ്ട് ആ ഹൃദയത്തിന്റെ കരച്ചിലിന്റെ വാസന കേൾക്കുമ്പോൾ ഇടക്ക് ഈ മഖാം ഇങ്ങനെ ഈ പൂച്ച തവാഫ് ചെയ്യുന്നത് കാണാറുണ്ട്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ പേരക്കുട്ടി ഉസാമുദ്ദീൻ തങ്ങള് വലിയ മഹാനാണ്. ഞാൻ എപ്പോഴും ഫാത്തി ഓതുമ്പോ അവരുടെ പേരിൽ ഫാത്തി ഓതാറുണ്ട്. വഇലാ ഹളറത്തി വഇബ്നി ഇബ്നിഹി ഉസാമുദ്ദീൻ സാമ്പാർ ഷരീഫ്. അവിടെയാണ് ആ മഹാനവറുകൾ ഖാജാ തങ്ങളുടെ പേരക്കുട്ടി. അപ്പൊ അവിടെ പൂച്ച ഇങ്ങനെ തവാഫ് ചെയ്യുന്നത് ഹൃദയം കരിഞ്ഞ ആ ഒരു വാസന കിട്ടുമ്പോഴാണ് ആ പൂച്ച വരുന്നത് എന്നാണ് അവിടുത്തെ ഖാദിമ്യങ്ങളാകുന്ന ആളുകൾ പറയുന്നത്. എൻ്റെ ഉപ്പാപ്പയുടെ അലിയുൽ കുത്തുബുൽ അഹ്ദൽ ഞാനിവിടെ ഫാത്തി ഓതി. മഹാനവറുകളുടെ ചരിത്രത്തിലും കാണാം പൂച്ചയുമായുള്ളൊരു ബന്ധം. ആ പൂച്ചക്ക് ലുഅ്ലു എന്നായിരുന്നു ആ പൂച്ചയെ ഉപ്പാപ്പ വിളിച്ചത്, മാണിക്യമെന്ന്. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം നൽകാൻ നേരത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ഉപ്പാപ്പ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഈ പൂച്ചയെ വിളിക്കും. അപ്പൊ പൂച്ച ഓടി വരും. ഒരു ദിവസം പൂച്ച വരാൻ കുറച്ച് വഴുകി പിന്നെ എത്തി. അപ്പം ആ വീട്ടിലുണ്ടാകുന്ന വേലക്കാരെത്തി
ഖദ്ദാമ പെണ്ണ് പറഞ്ഞു, ഉപ്പാപ്പ ക്ഷമിക്കണം, എന്തേ ഇന്ന് ആ പൂച്ച, ഉപ്പപ്പന്റെ പൂച്ച ലുലുവും നേരം വഴുകി വരാനുള്ള കാരണം ഇന്ന് രാവിലെ ഒരു പിത്തനെ കാട്ടിയപ്പോ ഞാനൊരു തല്ല് തല്ലിയത് മർമ്മത്തിലായപ്പോ പൂച്ച ചത്തുപോയി. ഉപ്പാപ്പ അറിയാതിരിക്കാൻ വേണ്ടി വിദൂരത്ത് കൊണ്ട് മറവ് ചെയ്തിരുന്നു. ആ മറവ് ചെയ്ത പൂച്ചയാണ് ഓടി വരുന്നത് എന്ന് വേലക്കാരത്തി പറഞ്ഞു എന്ന് കാണാം. അപ്പൊ പൂച്ചയോട് വലിയ ബന്ധങ്ങൾ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോഴും നമ്മൾ കേൾക്കുന്ന സഹാബിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ശരിക്ക് സഹാബിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. പക്ഷെ അബ്ദുറഹ്മാൻ എന്ന പേര് അബൂ ഹുറൈറ എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ എന്ന സഹാബിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ മൂപ്പര ഷർട്ടിന്റെ കയ്യിന്റെ ഉള്ളിൽ പൂച്ച കിടന്നുറങ്ങാണ്. ഒരു പൂച്ച കിടന്നുറങ്ങാണ് ഈ കന്തൂറിന്റെ ഉള്ളില്. അപ്പൊ ഈ പൂച്ചയോട് കരുണയാണല്ലോ, അത് ഉപ്പാപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ജീവികളോടും കരുണ ചെയ്യണം, ഒരൊറ്റ ജീവിയെയും ആക്രമിക്കാൻ പാടില്ല. ഇപ്പൊ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മളൊക്കെ വെള്ളം, തണ്ണീർ പന്തൽ നല്ല ഒരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് നമ്മളെ മുറ്റത്തൊക്കെ വെച്ചു കൊടുക്കുക. അപ്പൊ കോഴികളും കാക്കകളും ഒക്കെ അവരത് കുടിക്കും. ഇന്ന് എൻ്റെ വീട്ടിലുള്ള ചെറിയ ഖിദ്മയൊക്കെ ചെയ്യുന്ന ആളോട് ഞാൻ പറഞ്ഞു, നമ്മളെ 3 ഡ്രം ഉണ്ടല്ലോ, വലിയ പ്ലാസ്റ്റിക്കിന് ഡ്രം ഉണ്ട്, അതെവിടെ? അതിൽ വെള്ളം നിറച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞു. വെള്ളം നിറച്ച് വെക്കാൻ വേണ്ടി പറമ്പിൽ കൊണ്ടുപോയി. അവർ കുളിക്കട്ടെ കുടിക്കട്ടെ. അവർ വരുമ്പോഴും ഒരു പ്രത്യേകമായ സൗണ്ട് കാണാം, തിരിച്ചു പോകുമ്പം വേറൊരു സൗണ്ട് കാണാം. അത് അവരുടെ സന്തോഷത്തിന്റെ ശുക്രൻ അഫ്വൻ. അറബികളൊക്കെ എങ്ങനെ ഒരു സാധനം വാങ്ങിയാൽ ജിബ് വാഹിദുമായ ഒരു വെള്ളം ഉണ്ടാവും. അപ്പോ വെള്ളവും കൊടുക്കും, ഒരു റിയാലും കൊടുക്കും. അപ്പൊ ശുക്രൻ അഫ്വൻ അടാ. നമ്മളെ മലയാളികൾക്ക് പിന്നെ അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. മലയാളികൾ കണ്ടാൽ തന്നെ ചോദിക്കുക, അതിന്റെ ഹംക്കെ എന്നെ ഒരാഴ്ചയായിട്ട് കാണാല്ലേ നെയ്യോടെയെന്ന്. മുപ്പര നല്ലൊരു വാക്കാണ് ഇപ്പോൾ ഹംക്കെ എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെ നല്ലൊരു പേരാണ് ഇപ്പോൾ. പിന്നെ ഒന്നും കൂടി ഉഷാറായി, വെള്ളിയാഴ്ച ജുമാക്കൊന്നും തീരെ വരാതെ നിന്ന് 2 ആഴ്ച ഹോസ്പിറ്റലിലൊക്കെ കടന്നു വന്നുമ്പോൾ അപ്പം അതിൻ്റെ കെൽബെ എന്നെ 2 ആഴ്ച കാണാനില്ലേനല്ലോ, ഒക്കെ റാഹത്തായില്ലേ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നാലും ഓൻ്റെ ഒരു വാക്ക് അങ്ങനെ. അതാണ് നമ്മളെ സിസ്റ്റം ഉള്ളത്, നമ്മളെ സംസ്കാരം അതാണ്. ഒരാൾ ഹോസ്പിറ്റലിൽ കടന്നാൽ ആ ഹോസ്പിറ്റലിൻ്റെ ബില്ലും ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഈ രോഗിയെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിതുള്ളത്. രോഗിൻ്റെ അടുക്ക് ചെന്നിട്ട് അങ്ങനെ ആൻജിയോ ഒക്കെ ചെയ്ത് റുപ്യായി 2 ലക്ഷം റുപ്യ. അള്ളാ, എന്നാളെ അങ്ങനെ മേമാക്കാൻ്റെ പാത്തുമ്മാക്ക് അങ്ങനെ ആൻജിയോ ചെയ്ത് പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു കയറി. ധാരം മുമ്പ് എന്നാ പറയണേ ഈ രോഗിൻ്റെ മുമ്പ്. അപ്പോൾ രോഗം കാണാൻ പോകാതിരിക്കല അതുകൊണ്ട്. കാരണം ഇയാളെ വെറുതെ ടെൻഷൻ ഉണ്ടാക്കാം, വെറുതെ ടെൻഷൻ ഉണ്ടാക്കാൻ. അപ്പൊ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോ റഹ്മത്ത് ചെയ്യണം. അപ്പൊ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ എന്ന സഹാബിയുടെ ഷർട്ടിന്റെ കൈയിന്റെ ഉള്ളിൽ പൂച്ച കിടന്നുറങ്ങിയപ്പോ ബഹുമാനപ്പെട്ടവര് കരുതി പൂച്ചയെ ഉണർത്തുന്നത് ശരിയല്ല. എന്നാൽ മുത്തുനബിന്റെ വിളിക്കും ഉത്തരം മറികടക്കാൻ പറ്റൂലേ. അപ്പൊ എന്ത് ചെയ്തു, ഷർട്ടിന്റെ കൈ അങ്ങ് മുറിച്ചിട്ട് മുത്തുനബിന്റെ അടുത്ത് പോയി. ഷർട്ടിന് കൈയില്ലാത്തൊരു ഷർട്ട് ഇട്ട് കാണ്ട് നമ്മൾ പുതിയാപ്പിള പോയാൽ അങ്ങനെ ഉണ്ടാവും. ഷർട്ടില്ലാത്തൊരു കൈ ഇട്ട് കാണ്ട് നമ്മൾ പുതിയാപ്പിള പോയാല് അമ്മോശാക്കം തരുത, ചെങ്ങായിക്ക് റേഞ്ചില്ല കേട്ടോ, ഇവനപ്പം എൻ്റെ മകളെ ഏൽപ്പിച്ചു കൊടുത്താലേ ഇവന് ഒരൊറ്റ കട്ടി റേഞ്ചില്ല. കാരണം ഷർട്ട് കൈയില്ലാത്ത ഷർട്ട് ഇട്ടാവും പുതിയാപ്പിള വന്നത്. അപ്പൊ പിന്നെ ലെവലില്ല, പിന്നെ ഇവിടെ 10 പിരി കമ്മിയുണ്ട് എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ഓൻ്റെപ്പൻ്റെ മകളെ വിടൂല അറിയും. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ എന്ന സ്വഹാബി പോയപ്പോ ഷർട്ടിന്റെ കൈ മുറിച്ചു പോയി. മുത്തുനബി ചോദിച്ചു, യാ അബ്ദുറഹ്മാൻ, എവിടെ പോയി ഷർട്ടിന്റെ കൈ?
കൈയില്ലാത്ത ഷർട്ടിട്ടാ പോന്നത് എന്ന് ചോദിച്ചപ്പം അവിടുന്ന് ബഹുമാനപ്പെട്ടവരുടെ മറുപടി, മുത്തുനബിയെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ എല്ലാ ജീവികളോടും കരുണ ചെയ്യണമെന്ന്, അതുകൊണ്ട് എൻ്റെ ഷർട്ടിന്റെ കൈയിൻ്റെ ഉള്ളിൽ പൂച്ച കിടന്നുറങ്ങുകയാണ്. പൂച്ചകൾക്ക് നല്ല ഇണക്കാണല്ലോ. കുറച്ചു കാലത്ത് കോവിഡ് സമയത്ത് എല്ലാവരും പൂച്ചനെ വളർത്തിനില്ലേ, നല്ല പൂച്ചനെ വളർത്തിയിരുന്നു. 50,000 റുപ്യൻ്റെ പൂച്ച, 25,000 റുപ്യൻ്റെ പൂച്ച. അതിനാണെങ്കിൽ പ്രത്യേകമായി ഒരു മൂത്രയിക്കാനും ബാത്റൂം പോകാനൊക്കെ പ്രത്യേകമായ ഒരു സ്ഥലവും അവിടെ തന്നെ പോകും. അങ്ങനെ അതിന് ഇഞ്ചക്ഷൻ വെക്കണം, അതിന് പ്രത്യേകമായ ബുക്കും പേപ്പറും എല്ലാം ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അതിന് ഭയങ്കര വില വരുന്നു. എനിക്കും കിട്ടി ഇനി കോവിഡ് സമയത്തൊരു പൂച്ചനെ. ഞാനിതേ മുകളിൽ ഓൺലൈനിൽ ഒരു പരിപാടി നടത്തിയപ്പോൾ അവിടുന്ന് ഒരാൾ വരക്കാൻ പറഞ്ഞു, ഉസ്താദേ എൻ്റെ പൂച്ചൻ്റെ സുഖപ്രസവത്തിന് വേണ്ടി വരക്കണം. ഇവിടെ അങ്ങനത്തെ വന്നില്ലല്ലോ. ഇപ്പൊ ഇവിടെ ആകെ പറഞ്ഞ നമ്പർ ഇട്ടാൻ വേണ്ടി ഒരു ദ്വായട്ടി പരക്ക് നമ്പർ ഇട്ടാൻ ആളെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ സുഖപ്രസവത്തിന്, പൂച്ചന്റെ സുഖപ്രസവത്തിന് വേണ്ടി വരക്കാൻ ഓൺലൈനിൽ സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഓൻ പറയാൻ എല്ലാവരും ചിരിച്ചപ്പം പറയാ, എന്താടോ 50,000 റുപ്യന്റെ പൂച്ചയാണ്. അതിപ്പോ 50,000 പൂച്ചയായാലും 25,000 പൂച്ചയാണെങ്കിലൊക്കെ പ്രസവത്തിനുള്ള വേദന ഒരേമാതിരിയാണ്. 100 പവനം കൊടുത്താലും 10 പവനം കൊടുത്താലും ഒക്കെ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരേ വേദന തന്നെയാണ്. 150 പവനം കൊടുത്തെങ്കിൽ പ്രസവത്തിന് വേദന എല്ലാവർക്കൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിനെ എനിക്ക് തരണം. അതാണ് നമ്മളെ എഗ്രിമെന്റ്. നാളെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിനെ എനിക്ക് തരണം. അപ്പൊ അയാൾ പറഞ്ഞു റെഡി, ഞാൻ തരാം. അങ്ങനെ പിറ്റേന്ന് സുബഹിയാകുമ്പോ പൂച്ച പ്രസവിച്ചു. അങ്ങനെ ആ പൂച്ചന്റെ ഒരു കുട്ടിയെ അതിനെ മുലകൂടിയൊക്കെ മാറ്റിയതിനു ശേഷം എനിക്ക് കൊണ്ടുതന്നു. ഞാൻ പിന്നെ കുറച്ചു കാലം പോറ്റി എഴുതുന്നു. അതുകൊണ്ടാണ് ഈ ബുക്കും പേപ്പറൊക്കെ ഞാൻ പറഞ്ഞത്. ഞാൻ ബുക്കും പേപ്പറൊക്കെ ഉണ്ട്. അങ്ങനെ അത് ആണാണ്. പിന്നെ മൂപ്പർക്കാണെങ്കിൽ ഒരു പെണ്ണ് കിട്ടണം. നോക്കുമ്പോൾ എവിടെ തെരഞ്ഞിട്ടും മൂപ്പർക്ക് ജിൻസത്തെ പുതിയണ്ണിനെ കിട്ടണില്ല. അവസാനം AR നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാളത്ത് പെണ്ണുണ്ട്, ആണില്ല. അപ്പൊ നമ്മളെ പുതിയാപ്പള കണ്ണൂർ സിസ്റ്റത്തിലാണ് കല്യാണം കഴിഞ്ഞാണ് കൊടുത്തത്. അങ്ങനെ മൂപ്പര ഇന്നോവി വന്ന് പുതിയാപ്പള പോയി. പിന്നെ എന്താ മുടിയാളിച്ചിട്ടുണ്ടായോ എന്ന് എനിക്കറിയില്ല. അപ്പണ്ടോ പൂച്ചകൾക്ക് വലിയ ഒന്നുണ്ട്. അപ്പൊ റഹ്മത്ത് ചെയ്യണം നമ്മള്. ഇത് വാഗ് പറയാൻ കാരണം മൂപ്പർ ഇവിടെ കയറി ഇരുന്നപ്പോഴാണ് ഇപ്പൊ സത്യത്തിൽ ആ പോരനെ പറ്റി ശരിക്കും തസകൂടായത്. മൂപ്പരോട് സജീവായിരുന്നു. അല്ലാഹു തആല രോഗത്തിന്, അല്ലാഹു ഷുഗർ കൊണ്ട് വലിയ പ്രയാസമുണ്ട്, അല്ലാഹു തആല ശിഫ നൽകുമാറാകട്ടെ. അപ്പൊ എല്ലാ ജീവികളോടും കരുണ ചെയ്യണം. അപ്പൊ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ സ്വഹാബി ഷർട്ടിന് കൈയില്ലാതെ ചെന്നപ്പോ മുത്തുനബി പറഞ്ഞു, ഈ ഒരു അബൂ ഹുറൈറ തന്നെയാണ്. അബൂ ഹുറൈറ എന്നാണ് പൂച്ചന്റെ വാപ്പയാണ്. അബു എന്നാണ് വാപ്പ. അപ്പൊ അബൂ ഹുറൈറ പൂച്ചന്റെ വാപ്പയാണ്. അപ്പൊ അങ്ങനെയാണ് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ സ്വഹാബിക്ക് അബൂ ഹുറൈറ എന്ന പേര് കിട്ടാൻ കാരണം. ഞങ്ങളെ നാട്ടിലുണ്ട് ഒരു തങ്ങളുഞ്ഞാപ്പ് പറഞ്ഞ ആള്. മുമ്പ് തങ്ങളൊന്നുമല്ല, പക്ഷെ എല്ലാവരും തങ്ങളുഞ്ഞാപ്പ് എന്ന് പറഞ്ഞെങ്കിലേ അറിയുള്ളൂ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോഴേ തൊപ്പിട്ടിട്ട് അയാൾ പോവുക. അപ്പൊ എല്ലാവരും കളിയാക്കിയിട്ട് ഇത് തങ്ങളാണോ എന്ന് വെച്ച് പിന്നെ അങ്ങനെ തങ്ങളുഞ്ഞാപ്പുമായി മുമ്പ്. അങ്ങനെ വലയുണ്ടാവും, ഇവിടെ ഉണ്ടാവും, അങ്ങനത്തെ ചില ആളുകളൊക്കെ ഉണ്ടാവും.